أشرف خلق الله وآله كلهم والصحابة أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على النور وآله صلاة تيسر أموري. اللهم صل على النور وآله صلاة تجعل كلامي. മുഹറമാത്തുൽ ഇഹ്റാമിൻ്റെ രണ്ടാമത്തത് ഇസ്തിമാലു തീബിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തലയിലും താടിയിലുമുള്ള രോമങ്ങളിൽ എണ്ണ പുരട്ടാൻ പാടില്ല എന്നുള്ള ചർച്ച പറഞ്ഞു. അതങ്ങനെ അവസാനിച്ചിട്ട് പറഞ്ഞു വയജൂസ് ഇസ്തിമാലു ഹാദദ്ദുഹ്നി ഫി സായിരിൽ ബദനി ശൈരിഹി വബശരിഹി. ശരീരത്തിലൊക്കെ എന്ത് ചെയ്യാം? എണ്ണ ഉപയോഗിക്കാം. ലിഅന്നഹു ലാ യുഖ്സദു തസ്യീനുഹു. അതുകൊണ്ട് തസ്യീൻ അവിടെ മുറാദില്ല, ആരോഗ്യ സംരക്ഷണം മാത്രമായിരിക്കും. വയജൂസു അക്കുലുഹു, അതിന് ഭക്ഷിക്കലും പറ്റുമെന്ന് പറഞ്ഞു. അപ്പം എണ്ണ കുടിക്കാം. വലാ യുക്റഹു ഗസ്ലു ബദനിഹി വറസിഹി ബിഖത്മിയ്യിൻ ഔ സിദിരിൻ. ഖത്മി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാ ചെമ്പരത്തി, പിന്നെ സിദിർ താളി. അപ്പോൾ ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിയോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞാൽ സിദിർ എന്ന നിലക്ക് അറിയപ്പെടുന്ന വേറെ താളികൾ. നമ്മുടെ നാട്ടിൽ സാധാരണ എൻ്റെ നാട്ടിലൊക്കെ താളിയാണ് ഉപയോഗിക്കുന്നത്. താളിതാണ്, ചെമ്പരത്തിയുടെ ഇലയാണ്. ഇവിടെ ചെമ്പരത്തിയും അപ്രകാരമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരീരവും തലയൊക്കെ കഴുകുന്നതിന് കറാഹത്തില്ല. യജൂസു ദാലിക എന്നാണ് അർത്ഥം. ലാക്കിന്നൽ മുസ്തഹബ്ബ, ഏറ്റവും സുന്നത്ത് അല്ല യഫ്അല, അപ്രകാരം ചെയ്യാതിരിക്കലാണ്. ഹക്ക ഖദീമും ബി കറാഹത്തി, അത് കറാഹത്താണെന്ന് ഖദീമിൻ്റെ ഒരു ഉദ്ധരണിയുണ്ട്. ലിമാ ഫീഹി മിന തസ്യീൻ, അതിലൊരു ഭംഗീകരണമുണ്ട്. വലാ ഫിദിയത്ത് ഫീഹി, അതിലെന്തില്ല? ഫിദിയല്ല. ഫാർഖഹു, ഇതിനോട് ഫർക്കായി പിരിഞ്ഞു നിന്നിട്ടുണ്ട്. ദഹനു ശഅരി റസി, തലയിലെ രോമത്തിന് എണ്ണയിടൽ. ബി അന്ന ഫീഹി മാ തസ്യീനി, തസ്യീലോടുകൂടെ അത്തൻമിയത്ത്, അവിടെ ഒരു ഉഷാറ് കാണിക്കലും ഒരു പ്രോഗ്രസ് കാണിക്കലും ഒക്കെ അതിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഷെഹ്റു റസിൽ ദുഹനുകളുടെ മസല ഇതിനോടെന്താണ്? മുഫാറക്കാണ്, രണ്ടാണ്. അസാലിസു മിൻ മുഹറമാത്തിൽ ഇഹ്റാമി, ഇഹ്റാമിൻ്റെ മുഹറമാത്തുകളിൽ നിന്ന് മൂന്നാമത്തതാകുന്നത് ഇസാലത്തു ശഅരി, മുടി നീക്കം ചെയ്യലാണ്. മിൻ റസിൽ നിന്നോ ഔ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നോ. ഹൽക്കൻ, ഹൽക്ക് ചെയ്യലിനാൽ. ഗൈറ, ഹൽക്കല്ലാത്ത. ഖസ്, ട്രിമ്മിങ്, അങ്ങനെയൊക്കെ പറ്റും, അതൊക്കെ അതിൽപ്പെടും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ലുഫിർ, അല്ലെങ്കിൽ നഖം. മിനൽ യദിൽ നിന്നോ അബിദ്ദിജിലി, കാലിൽ നിന്നോ. കൽമൻ ഗൈറ, കൽമൻ നമ്മൾ നഖം മുറിക്കുന്ന കട്ട് ചെയ്തെടുക്കലോ ഗൈറ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അവിടുന്ന് എന്ത് പാടില്ല? ഇസാലത്ത് പാടില്ല. അതാണ് പറഞ്ഞത്, ഇസാലത്തിൻ്റെ അൻവാകൾ അതിൽ പാടില്ല. ഖാല തആല വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ ബലുഗൽ ഹദിയു മഹില്ല. ഹദി എവിടെയാണോ എത്തേണ്ടത് അവിടെ ഹദി എത്തുന്നവരെ നിങ്ങൾ എന്താക്കരുതേ? തലമുണ്ടനം ചെയ്യരുതേ. വഖീസ അലാ ശഅരി റസി, റസി എന്നല്ല പറഞ്ഞത്, അതിനോട് ഖിയാസുണ്ട്. ഷഅറു ബാഖിൽ ജസദി, ജസദിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ ഷെയറുകൾ. വ അലൽ ഹൽഖി, ഹൽക്കിനോടും ഖിയാസാക്കപ്പെട്ടിട്ടുണ്ട്. ഗൈറുഹു, ഹൽക്കല്ലാത്തത്. വ അലാ ഇസാലത്തി ശഅരി, ഇസാലത്ത് ഷഅറിനോട് ഖിയാസാക്കപ്പെട്ടിട്ടുണ്ട്. ഇസാലത്തുൽ ളുഫ്രി, നഖം നീക്കൽ. ബിജാമി തറഫുഹി, ഖിയാസാക്കുന്ന സമയത്ത് അവിടെ ഒരു ജാമി വേണ്ടേ? അപ്പം എന്താ ജാമി? ആ രണ്ടിലും തറഫുഹ് ഫിൽ ജമീ, എല്ലാത്തിലും ഒരു ആഡംബരം കാണുക എന്നുള്ളതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഒരു പ്രയാണമാണ്. എല്ലാവരും ഒരിടത്ത് സമ്മേളിച്ച് മഹ്ശറ സമാനമായ സമ്മേളനം നടത്തി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വിളി ഉള്ളകത്തിലേക്ക് ഉൾവിളിയായി എത്തിയ ആളുകളൊക്കെ അവിടെ എത്തും. അള്ളാഹു നമുക്കും അത് സമയമാകുമ്പോൾ എത്തിക്കുമാറാകട്ടെ. തടസ്സമില്ലാതെ അവിടെ എത്താൻ അള്ളാഹു നമുക്കൊക്കെ തുണ നൽകുമാറാകട്ടെ. അപ്പോൾ ആ വിളി അള്ളാഹുവിനോട് ലബൈക്ക് അല്ലാഹുമ്മ എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് നാം കാണുന്ന ചില ചിത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, ആ വിളിക്കുള്ള ആൻസർ ചെയ്യുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അള്ളാഹുവിലേക്കുള്ളൊരു പ്രയാണമാണ് ഹജ്ജ്. അപ്പോൾ അതിന് വൈപരീത്യം സൃഷ്ടിക്കും ഇത്തരത്തിലുള്ള അലങ്കാര രൂപത്തിലുള്ള വസ്ത്രങ്ങളും അലങ്കാര രൂപത്തിലുള്ള ലക്ഷറിയസ് സാധനങ്ങളും ഉപയോഗിക്കലുമൊക്കെ. അപ്പോൾ അതിലൊക്കെ വരുന്നത്
ചടഞ്ഞ് ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ്. അപ്പോൾ തറഫുഹ് ഇതിലെല്ലാം ഉള്ളത് കൊണ്ട് അല്ലാഹു തആല പറഞ്ഞ ആ നസ്വിനോട് ഖിയാസാക്കിയിട്ടുണ്ട്. വൽ മുറാദ് ബിശ്ശഅരി, ഷഅർ കൊണ്ട് ഉദ്ദേശം അൽ ജിൻസു, മുടിയുടെ ഇനങ്ങൾ, അസ്വാദിഖു ബിൽ വാഹിദ, ഒന്നിനോടും പറയാൻ പറ്റുന്ന, ഫസാഇദ, ഒന്നിനേക്കാളും മേലെ കൂടിയ, ലിമാസായത്തി ശേഷം വരുന്നുണ്ട്. അപ്പോൾ മുടി നീക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നീക്കിയാലും എന്ത് ചെയ്തു, മുടി നീക്കുക എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യും, പെടും. തക്കുമുലുൽ ഫിദിയത്തു, സമ്പൂർണ്ണമായ ഫിദിയ വേണ്ടി വരും. ഫിസാലത്തി സലാസി ഷറാത്തിൻ ഔ സലാസി അൾഫാരിൻ, 3 നഖങ്ങളോ 3 മുടിയോ നീക്കുന്നതിൽ ഫിദിയ താമാകേണ്ടി വരും. ലിഅന്നഹ തജിബു അലൽ മഅദൂരി ബിൽ ഹൽഖി, ഹൽഖ് കൊണ്ട് മഅദൂറിൻ്റെ മേൽ വരെ എന്ത് നിർബന്ധമുണ്ട്, ഫിദിയ നിർബന്ധമുണ്ട്. ലിലായ, അത് ആയത്താണ് നമുക്ക് തെളിവ്. കമാസായത്ത് ഇൻഷാ അല്ലാഹ് ശേഷം വരും. അപ്പോൾ ഫഅലാ ഗൈരിഹി, മഅദൂറിൻ്റെ മേലിൽ തന്നെ ഫിദിയ നിർബന്ധമാകുന്നുണ്ടെങ്കിൽ മഅദൂർ അല്ലാത്തവൻ്റെ മേലിൽ ഫിദിയ നിർബന്ധമാകുന്നതോ, അത് ബില്ലൗല, ഔലവിയത്ത് കൊണ്ട് തന്നെ അപ്രകാരം അത് കിട്ടുന്നുണ്ട്. ഷഅറു, ഷഅർ യസ്ദുഖു ബിസ്സലാസി, 3 ഷഅർ എന്ന് സ്വാദിഖാവുന്നത്. വഖീസ ബിഹൽ അൾഫാറു, ലഫറുകൾ അതിനോട് എന്ത് ചെയ്തു, ഖിയാസാക്കപ്പെട്ടു. അപ്പോൾ ഫിദിയ പൂർണ്ണമാകുന്നത് 3 വരുമ്പോഴാണ് എന്ന് നമ്മൾ പറഞ്ഞു. വലാ യുതബറു ജമീഉഹു ബിൽ ഇജ്മാ, മുഴുവൻ നീക്കണം എന്ന് പറയില്ല. എന്ത് മതി, 3 നീക്കിയാൽ തന്നെ മുടി നീക്കി എന്നുള്ളതിൽ പെടും. തൂത്തബറു, മേലെ ഫിദിയ വരുന്നു പറഞ്ഞു, മേലെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, എതിരാവുന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞെന്താണ്, ഫിദിയ വരും, പിന്നെ താമായ ഫിദിയ വരുന്നത് എത്ര നീക്കുമ്പോഴാണ്, 3 നീക്കുമ്പോൾ എന്നാണ് പറയുന്നത്. വലാ യുതബറു ജമീഉഹു ബിൽ ഇജ്മാ വ തൂത്തബറു ഇസാലത്തു സലാസി ഔ സലാസത്തി, 3 നീക്കുക അല്ലെങ്കിൽ പിന്നെ 3 മുടി അല്ലെങ്കിൽ 3 നഖങ്ങൾ, ഇവകൾ നീക്കുക എന്നുള്ളത് ദഫ്അത്തൻ വാഹിദത്തൻ, ഒറ്റത്തവണ നീക്കിയാലും പരിഗണിക്കപ്പെടും. ഫി മക്കാനിൻ വാഹിദിൻ, ഒരിടത്ത് വെച്ച്. അപ്പോൾ 3 മുടിയിൽ എന്ത് ചെയ്തു, ഒരിടത്ത് വെച്ച് തന്നെ 3 മുടി ഒറ്റയ്ക്ക് നീക്കി. അപ്പോൾ എത്ര വരുന്നുള്ളൂ, ഒരു ഫിദിയ വരുന്നുള്ളൂ. നിമലോ ഹലക്ക ജമിയ ഷൈരി റസിഹി ദഫ്അത്തൻ വാഹിദത്തൻ ഫി മക്കാനിൻ വാഹിദിൻ ലം യൽസമുഹു ഇല്ലാ ഫിദിയത്തുൻ വാഹിദ. എന്താ പറഞ്ഞത്, ഒരാളെന്ത് ചെയ്തു, അവൻ്റെ തലയിലെ മുഴുവൻ മുടികളും ഒറ്റത്തവണ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മുടിയാക്കി. അപ്പോൾ അതിൽ എത്ര 3 പെട്ടു, എത്രയോ 3 അതിൽ പെട്ടു. അപ്പോൾ ഈ ഓരോ 3നും കൂടെ ഓരോ ഫിദിയ കൊടുക്കണോ വേണ്ട. അപ്പോൾ പറഞ്ഞു അവിടെ ലാ യൽസമുല്ലാ ഫിദിയത്തുൻ വാഹിദ, ഒരു ഫിദിയ നിർബന്ധമാകുന്നുള്ളൂ പറഞ്ഞു. ലിഅന്നഹ യുഅദ്ദു ഫീലൻ വാഹിദ, ഫീൽ വാഹിദായിട്ട് കണക്കാക്കപ്പെടും. വകദാലഹു ഹലക ജമീഅ ഷൈരി റസിഹി, അവൻ്റെ തലയിലെ മുഴുവൻ രോമങ്ങൾ എന്ത് ചെയ്തു, നീക്കി. അപ്പോൾ അതിന് ശരീരത്തിൻ്റെ തവാസുലി, രണ്ടും പിന്നെ ഒന്ന് കഴിഞ്ഞ ഉടനെ തൊട്ടുടനെ, അപ്പോൾ അത് മുടി നീക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു, നഖം നീക്കി. അല്ലെങ്കിൽ തലയിൽ നീക്കിക്കണ്ട് പിന്നെ ബദനിൽ നീക്കി, തവാസുല. അപ്പോഴും 1 നിർബന്ധമാവുള്ളൂ. വൈകാസു ബിശ്ശഹരി ഫീ ദാലിക, ഷഹർ നീക്കുന്ന മസലയോട് എന്തൊക്കെ അവിടെ പറഞ്ഞു, അതിനോടൊക്കെ ആരുടെയും ഖിയാസാക്കപ്പെടണം. അൽ അൾഫാറു, നഖങ്ങളും, മിനൽ യദൈനി വരിജിലൈനി, 2 കൈകളിലെയും 2 കാലുകളിലെയും. ഇനി വലോ ഹലഖ ശഅറ റഅസിഹി ഫീ മക്കാനൈനി, 2 വെച്ച് തലമുടി അവൻ മുണ്ടനം ചെയ്തു. അല്ലെങ്കിൽ ഫീ മക്കാനും വാഹിദിൻ, അല്ലെങ്കിൽ ഒരിടത്ത് വെച്ച്, പക്ഷേ ലാകിൻ ഫീ സമാനൈനി മുത്തഫരിഖൈനി, വ്യത്യസ്തമായ 2 സമയത്ത്, ഒന്ന് 10 മണിക്കും മറ്റൊന്ന് 12 മണിക്കും ചെയ്ത്. വജബത് ഫിദിയത്താൻ, അവിടെ എന്ത് നിർബന്ധമാണ്, അവനക്ക് 2 ഫിദിയ നിർബന്ധം. അപ്പോൾ 2 തവണ എന്ത് ചെയ്തു, തലമുണ്ടനം ചെയ്തു എന്നത് പെട്ടു. വക്കീല, എല്ലാത്തിനും കയ്യിലുണ്ടാവുമല്ലോ, കയ്യിലുണ്ട് വാഹിദത്തുൻ, ഒരു ഫിദിയാണെന്ന് പറഞ്ഞു. വലു ഹലക സലാസ ശഅറാത്തിൻ ഫീ സലാസത്തി അംകിനത്തിൻ, 3 മക്കാനുകളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഷഅറുകൾ നീക്കം ചെയ്തു. ഔ ഫീ സലാസത്തി ഔഖാത്തിൻ, അല്ലെങ്കിൽ 3 വക്തുകളിലായിട്ട്, 3 സമയങ്ങളിലായിട്ട്, 3 മക്കാനുകളിലായിട്ട് 3 മുടിനെ ഒരാൾ നീക്കം ചെയ്തു. വജബ ഫീ കുല്ലി വാഹിദത്തിൻ മാ യജിബു ഫീഹാ, ഓരോന്നിൽ നിർബന്ധമാകുന്നത് എല്ലാത്തിലും എന്ത് ചെയ്യും, നിർബന്ധമാകും. മുൻഫരിദാവുന്ന സമയത്ത് എന്താണ് വരുന്നത്, വഖദ് ദക്കറഹു ഫീ ഖൗലിഹി,
എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉദ്ധരിക്കുന്നു. വലദ്ഹറു അന്ന ഫി ശഅറത്തി മുദ്ദു ത്വആമിൻ വഫി ശഅറത്തൈനി മുദ്ദൈൻ. പിന്നെ എന്താ പറഞ്ഞത്, ഒരു ശഅറത്തിനേക്ക് കഴിഞ്ഞാൽ ഒരു മുദ്ദ്, വഫി ശഅറത്തൈനി രണ്ട് ശഅറത്തേക്ക് കഴിഞ്ഞാൽ മുദ്ദൈനി എന്താണുള്ളത്, രണ്ട് മുദ്ദാണ് ഉള്ളത്. വസാനി പറയാ ഫി ശഅറത്തി ദിർഹമുൻ വഫി ശഅറത്തൈനി ദിർഹമാനി. അദ്ഹറിൻ്റെ സാനിയാണ് പറഞ്ഞത്. അദ്ഹർ പറഞ്ഞത് മുദ്ദു ത്വആമാണ്, അത് പിന്നെ അദ്ഹറിൻ്റെ സാനി പറഞ്ഞത് ദിർഹമാണ്. സാലിസ് സുലുസു ദമിൻ, ദമിൻ്റെ സുലുസാണ്. വസുലുസാനി അലാ ഖിയാസി വുജൂബി ദമി ഫി സലാസി ഇൻദ ഇഖ്തിയാരിഹി. പിന്നെ അലാ സുലുസു ദമിൻ വസുലുസാനി, മൂന്നിൽ രണ്ടാണ് കൊടുക്കേണ്ടത്. അലാ ഖിയാസി വുജൂബി ദമി ഫി സലാസി, സലാസിൽ ദമു വുജൂബാണ് എന്ന ഖിയാസിൻ്റെ മേൽ നോക്കുന്ന സമയത്ത് രണ്ട് സുലുസാണ് ഇഖ്തിയാരി, അവനക്ക് ചോയ്സ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് പിന്നെ സുലുസുദമും അവിടെ വരുന്നുണ്ട്, സുലുസാനിയും എന്ത് ചെയ്യുക, ഈ അഭിപ്രായ പ്രകാരം അവിടെ ചെയ്യാം. അവലാനി കാല, അവലാനി പറഞ്ഞ് പിന്നെ ഇതിൽ ആദ്യത്തെ അദ്ഹറും അതിൻ്റെ സാനിയാണ് അവലാനി. അവലാനി കാല രണ്ട് അവല് പറഞ്ഞു. തബയ്യലു ദമി ഖുസുറുൻ, ദമിനെ എന്താക്കാൻ പറ്റൂല, ഉസുറാക്കാൻ പറ്റൂല. സോറി, ദമിനെ തബയ്യൽ ബാളാക്കാൻ പറ്റൂല, അത് ഉസുറാണ്. അപ്പോൾ അതിലുള്ള അവല് മിൻഹും, അവൽ അതിൽ നിന്ന് തെറ്റി ഇല ത്വാമി, ത്വാമിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ഭക്ഷണം കണ്ട് കൊടുക്കാതാണെന്ന് പറഞ്ഞു. ലിഅന്ന ശറഅ അദലുൽ ഹയവാന ബിഹി ഫി ജസാഇ സ്വൈദി വഗൈരിഹി. സ്വൈദിൻ്റെയും അല്ലാത്തതിൻ്റെയും ഒക്കെ ഒരു ജസായിൽ അവിടെ പിന്നെ ഇത് കൊടുക്കുന്ന ഫിദിയ കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഹയവാനിന് ശറഅ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹയവാനിൽ നിന്നിട്ട് മാറിയിട്ടുണ്ട്, ഹയവാനിന് പീസാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഭക്ഷണത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെയും വെച്ചത്. വശഅറത്തുൽ വാഹിദ ഹിയ നിഹായത്തു ഫിൽ ഖില്ലത്തി വൽമുദ്ദു അഖല്ലു മാ വജബ ഫിൽ കഫാറത്തി ഫഖുബിലത് ബിഹി. വശഅറത്തുൽ വാഹിദത്തു, ഒരു മുടി എന്ന് പറഞ്ഞാൽ, ഹിയ നിഹായത്തു ഫിൽ ഖില്ല, ഏറ്റവും ലോ അളവിലുള്ള ഒന്നാണ് ഒരു മുടി എന്ന് പറഞ്ഞാൽ. വൽമുദ്ദു അഖല്ലു മാ വജബ ഫിൽ കഫാറത്തി, കഫാറത്തുകൾ ഏറ്റവും പിന്നെ ഷോർട്ടായത് പിന്നെ ഒരു മുദ്ദാണ്. അപ്പോൾ ഫഖൂബിലത്ത് ബിഹി, അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുക്കാബില കൊടുക്കപ്പെട്ടു. അപ്പോൾ ഒരു ഷഹറത്താണ് പിന്നെ ഏറ്റവും രോമം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചെറുത് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ ബോഡിയിൽ. അപ്പോൾ ആ ഒന്നിനെ ഫിദിയയുടെ കൂട്ടത്തിൽ മനുഷ്യരെ വരെ ഫിദിയ കൊടുക്കുന്ന, ഒട്ടകങ്ങളെ ഫിദിയ കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് കേസുകൾ ഫിദിയ വരുന്നത്. അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഏതാണ്, അത് പിന്നെ മുദ്ദു ത്വആമാണ്. അപ്പോൾ പിന്നെ മുദ്ദു ത്വആം ഇങ്ങോട്ട് വെച്ചു. അദുലു സാനി അങ്ങോട്ടാതിട്ട് അദ്ഹറിൻ്റെ മുക്കാബില ഒരു ദിർഹമിലേക്കാണ് പോയതില്ല. എന്താ ഇലൽ ഖീമത്തി, ഒരു ഖീമത്തിലേക്കാണ് പോയത്. അപ്പോൾ അദ്ഹർ പോയത് ത്വആമിലേക്ക് പോയി, അദ്ഹറിൻ്റെ സാനി പോയത് ദിർഹമിലേക്ക് പോയി. സാലിസ് പോയതോ ഒരു ദമിൻ്റെ സുലുസിലേക്കാണ് പോയത്, ദമിനെ തബയിൽ നടത്താനാണ് ഓല് പോയത്. വഅദുലു സാനിയിൽ ഖീമത്തി വക്കാനത്ത് ഖീമത്തു ഷാത്തി ഫി അഹ്ദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാലഘട്ടത്ത് ആടിൻ്റെ വില സലാസദറാഹിമ, തക്രീബ് ഏകദേശം 3 ദിർഹമായിരുന്നു. അപ്പോൾ ഫൗതുബിറത്തിൻ്റെ ഹാജത്തിലെ തൗസി, അപ്പോൾ പിന്നെ എന്താക്കാം, തൗസിയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ തൗസി നടത്താം. ഒതജരിൽ അക്ബാലി ഫില്ലു ഫിരി വല്ലഫറി, രണ്ട് നഖം ഇടുന്ന സമയത്ത് ഒരു മുടിയും രണ്ടിൽ കൂടുതൽ മുടിയും വന്ന സമയത്ത് എങ്ങനെയാണോ തലമുണ്ടലും ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്, അതെന്ത് ചെയ്യുക, ആ വിഷയം ഇവിടെയും കൊണ്ടുവരാവുന്നതാണ്. വലിൽ മഅ്ദൂരി, ഉദ്ര നൽകപ്പെട്ടവനെക്കൊണ്ട് ഫിൽ ഹൽക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞ, രോഗം വന്നിട്ടോ ജട കുത്തിയിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളവിടെ എക്സ്ക്യൂസ് കൊടുത്താലുണ്ട്. അപ്പോൾ വലിൽ മഅ്ദൂരി ഫിൽ ഹൽക്കി അയ്യഹ്ലിക വയഫ്ദിയ, ഹൽക്ക് നടത്തുക, വയഫ്ദിയ ഫിദിയയും കൊടുക്കുക. ലിലായത്തിൽ മുത്തഖദ്ദിമായ ആയത്തിൽ അപ്രകാരമുണ്ട്. വസവാഉൻ ഉദുറുഹു ബികസറത്തിൽ ഖുമ്മലി, ഒരുപാട് പേൻ അധികരിച്ചത് കാരണമാവട്ടെ അവൻ ഉദർ സ്വീകരിക്കുന്നത്. അംലി തഅദീബി ജിറാഹത്തിൻ ഔ ബിൽ ഹറ്റി, അല്ലെങ്കിൽ ചൂട് കൊണ്ടോ അല്ലെങ്കിൽ ജിറാഹത്ത് മുറി കൊണ്ടോ ബുദ്ധിമുട്ടായി, എന്തായാലും ഹൽക്ക് നടത്തിയേ ഉള്ളൂ എന്നുള്ളവൻക്ക് ഇളവ് സ്വീകരിച്ചുകൊണ്ട് ഹൽക്ക് നടത്താം. പക്ഷെ അവിടെ എന്തു വേണം, അവിടെ അവൻ ഫിദിയ കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു മുടിയാണോ 2 മുടിയാണോ എന്ന് തീരുമാനിക്കാൻ സമയവും സന്ദർഭവും ഒരു കാരണമാകും.
ഇനി ഒന്നാണോ രണ്ടാണോ എന്നുള്ളിടത്ത് എത്ര വിധിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും, അതും ഇവിടെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. 3 അഭിപ്രായം. അൽഹറിൻ്റെ സാനി, അതിൽ നിന്ന് മറ്റൊരു വേറൊരു പിന്നെ സാനിയല്ല സോറി അതിൽ സാലിസ്, അങ്ങനെ 3 കൗലുകളാണ് ആ വിഷയത്തിലുള്ളത്.